എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷിംജി, മെഡിക്കൽ ഡയറക്ടർ, സൗഖ്യം ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ. ഇന്ന് മാതാപിതാക്കളുടെ ഇടയിൽ വളരെയധികം ആകുലതയോടെ അവർ ചിന്തിക്കുന്ന ഒരു കാര്യം അവരുടെ മക്കൾക്കുണ്ടാകുന്ന പ്രിമച്വർ ഗ്രേയിങ്ങിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ അകാല നര. ഈ അകാല നര എന്നുള്ളത് ഒരു വലിയ പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 40 വയസ്സിന് മുമ്പേ തന്നെ നര വീണ് തുടങ്ങുമ്പോഴാണ് നമുക്ക് പലപ്പോഴും ഈ സൗന്ദര്യത്തെ ഇത് ബാധിക്കുന്നുണ്ടല്ലോ എന്നുള്ള ചിന്തയൊക്കെ വരിക. ഈ നര എന്നത് വളരെ നാച്ചുറലായിട്ടുള്ള ഒരു പ്രോസസ്സാണോ എന്ന് ചോദിച്ചാൽ അത് ഉത്തരം രണ്ടാണ്, എസ് എന്നും നോ എന്നും നമുക്ക് പറയാം. എസ് എന്ന് പറയാൻ പറ്റുന്നത് സാധാരണഗതിയിൽ വളർച്ച പ്രായപൂർത്തിയായി കഴിഞ്ഞ് പ്രായാധിക്യം വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിനകത്തുള്ള ഈ പിഗ്മെൻറ്റുകളൊക്കെ കുറയും, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ നിറങ്ങൾ കൊടുക്കാനുള്ള മെലാനിൻ എന്ന് പറയുന്ന കണ്ടൻറ്റൊക്കെ ശരീരത്തിൽ കുറയുന്നതിൻ്റെ ഫലമായിട്ട് മുടി നരച്ചുകൊണ്ടേയിരിക്കാം. പക്ഷേ നിങ്ങൾ നോക്കൂ, ചിലപ്പോൾ 70 വയസ്സും 70 വയസ്സിന് മുകളിലും പ്രായമുള്ള ചിലർക്കൊക്കെ മുടി അധികം നരക്കാതെ തന്നെ ഉണ്ടാകാം. ചിലരൊക്കെ 80-85 വയസ്സൊക്കെയുള്ള ആൾക്കാർക്ക് വളരെ കുറച്ച് മാത്രം നരയുള്ള ആൾക്കാരും ഉണ്ടാകാം. അപ്പോൾ ഇത് വളരെ നാച്ചുറലായിട്ടും സ്വാഭാവികമായിട്ടും നരക്കേണ്ടുന്ന ഒരു കാര്യമാണെങ്കിൽ എന്തുകൊണ്ടാണ് ചിലർക്ക് നരക്കാത്തത്, ചിലർക്ക് നരക്കുന്നത്? അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ പ്രിമച്വർ അല്ലെങ്കിൽ 40 വയസ്സിന് മുമ്പേ പ്രായമുള്ള ആൾക്കാരിൽ മുടി കൊഴിയുന്നു, അതുപോലെ തന്നെ മുടി നരക്കാനുമുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് കാണാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് നമുക്ക് പറയാനുള്ളത് മെലാനിൻ്റെ കുറവാണ്. മെലാനിൻ കുറയാൻ കാരണമാകുന്ന ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. അത് കോപ്പർ എന്ന് പറയുന്ന ഒരു മിനറലിൻ്റെ ദൗർലഭ്യമാണ്. മിനറൽ എന്ന് പറഞ്ഞാൽ ലവണം. അപ്പോൾ കോപ്പറിൻ്റെ കുറവ് കൊണ്ട് ഒരു അസുഖം നമുക്കുണ്ടാകും എന്ന് നമ്മൾ പലപ്പോഴും തിരിച്ചറിയാറില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളിലെ മഹാഭൂരിപക്ഷം ആൾക്കാരും നമ്മുടെ ബ്ലഡ് ടെസ്റ്റിങ്ങിൻ്റെ ഇടയിൽ എവിടെയും കോപ്പറിനെ കുറിച്ച് ചിന്തിക്കാറില്ല, നമ്മളാരും ചെക്ക് ചെയ്യാറുമില്ല. ഒരു പക്ഷേ ചില പഠനങ്ങളൊക്കെ പറയുന്നത് പോലെ 99% ആൾക്കാരിലും കോപ്പറിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ കോപ്പറാണ് നമ്മുടെ മുടിക്ക് നാച്ചുറലായിട്ട് നിറം കൊടുക്കാനുള്ള മെലാനിൻ്റെ പ്രൊഡക്ഷൻ, അതിൻ്റെ നിർമ്മാണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും വിദ്യാർത്ഥികൾ ഘട്ടങ്ങളിലൊക്കെ തന്നെ, അല്ലെങ്കിൽ ഒരു 40 വയസ്സിന് മുമ്പേ ഉള്ള ആൾക്കാരിൽ പോലും നിങ്ങൾക്ക് തലമുടി നരക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോപ്പറിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകാനുള്ള സാധ്യത വളരെ അധികമാണ്. അപ്പോൾ ശരിക്കും കോപ്പറും അയണും നിങ്ങൾക്കറിയാം, കോപ്പറും അയണും കൂടി ചേർന്നിട്ടാണ് ശരിക്കും മുടിയുടെ എല്ലാവിധ സ്ട്രെങ്ത്ത് കൊടുക്കുന്നതും മുടിക്ക് അഴകും ആരോഗ്യവും കൊടുക്കുന്നത്. പലപ്പോഴും മുടി കൊഴിഞ്ഞു പോകുന്ന ഒരാളെ, അല്ലെങ്കിൽ മുടിക്ക് തിക്നെസ് കുറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുന്നത് കാൽഷ്യം ഒക്കെയാണ്, അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ഒക്കെയാണ്. തീർച്ചയായിട്ടും ഇതൊക്കെ വളരെ അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഘടകങ്ങളാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾക്ക് ചിലപ്പോൾ ഈ തരത്തിലുള്ള മുടി കൊഴിയുന്ന അല്ലെങ്കിൽ മുടിയുടെ ആരോഗ്യം കുറഞ്ഞു എന്ന് തോന്നുന്ന ആൾക്കാർക്ക് നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കുറച്ച് എക്സേർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ അതികഠിനമായ കിതപ്പുണ്ടാവുക, അല്ലെങ്കിൽ പടികളൊക്കെ കയറുന്ന സമയത്ത് ശ്വാസം മുട്ടുന്ന പോലെ തോന്നുക, ഹൃദയം പെരുമ്പറ പഴകുന്നത് പോലെ മിടിച്ചുകൊണ്ടിരിക്കുക, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ ഈ പറയുന്ന മിനറൽസിൻ്റെ ഒന്നല്ല, മറിച്ച് നിങ്ങളുടെ ശരീരത്തിനകത്ത് ഫെറിറ്റിൻ എന്ന് പറയുന്ന ഘടകം കുറഞ്ഞതുകൊണ്ടായിരിക്കാം. പലപ്പോഴും നമ്മൾ ഇങ്ങനെ മുടിയൊക്കെ പൊഴിയുന്ന സമയത്ത് രക്തം നോക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം ഹീമോഗ്ലോബിൻ ഉണ്ട് അല്ലെങ്കിൽ അയൺ ഉണ്ട് എന്നാണ്, അല്ലെങ്കിൽ അയൺ തന്നെ ചെക്ക് ചെയ്തിട്ട് അയൺ സഫീഷ്യൻ്റ് ആയിട്ടുണ്ടാകാം. പക്ഷേ നിങ്ങൾ തീർച്ചയായിട്ടും ഇത്തരം ഘട്ടത്തിൽ ചെയ്യേണ്ടത് ഫെറിറ്റിൻ എന്ന് പറയുന്ന ഘടകം കൂടി നിങ്ങളുടെ രക്തത്തിൽ കൃത്യമായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ അയണും അല്ലെങ്കിൽ ഫെറിറ്റിനും കോപ്പറും കൂടി ചേർന്നിട്ടാണ് മുടിയുടെ ആരോഗ്യവും പിന്നെ മുടിയുടെ നിറവുമൊക്കെ നിയന്ത്രിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വയസ്സ് കൂടുന്നതനുസരിച്ച് പിഗ്മെൻറ്റ്സിൻ്റെ അളവ് ശരീരത്തിൽ കുറയാം. മെലാനിൻ പിഗ്മെൻറ്റ് കുറയുമ്പോൾ നരക്കുന്നതിനുള്ള സാധ്യത വർദ്ധിക്കും. ഈ മിനറൽസിനെ ഒഴിവാക്കിയാൽ, കോപ്പറിനൊക്കെ ഒഴിവാക്കി നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ട്രെസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഏറ്റവും വലിയൊരു ഫാക്ടറാണ്, പ്രത്യേകിച്ച് മുടി നരക്കുന്നതിനുള്ള ഒരു വലിയ ഫാക്ടറാണ്. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, ഒരു വലിയ സ്ട്രെസ്സ് കടന്നുപോയ ഒരാൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ വളരെ ചേർന്ന് നിൽക്കുന്ന ചിലരുടെ വിയോഗം ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലരൊക്കെ പെട്ടെന്ന് പ്രായം ബാധിക്കുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവർക്കൊക്കെ പെട്ടെന്ന് ജരാനരകൾ ബാധിക്കുക എന്ന് പറയുന്ന പോലെ നമ്മുടെ സ്കിന്നിൻ്റെ ഒക്കെ ടെക്സ്ചർ വ്യത്യാസം വരും, പെട്ടെന്ന് ചുളിവുകളൊക്കെ പ്രത്യക്ഷപ്പെടും, റിങ്കിൾസ് കൂടാതെ അവർക്ക് മുടി പെട്ടെന്ന് നരക്കുന്നതായിട്ടൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്താണ് ഇതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന്
പറയാൻ പറ്റുന്നത് ഈ സ്ട്രെസ്സ് കൊണ്ടുണ്ടാകുന്ന കോർട്ടിസോൾ പമ്പിംഗ് ആണ്. ഏതൊരു വ്യക്തിക്കും സ്ട്രെസ് ഉണ്ടാകുമ്പോൾ കോർട്ടിസോൾ പ്രത്യേകമായിട്ട് ശരീരത്തിനകത്തുള്ള പ്രൊഡക്ഷൻ വർദ്ധിക്കും. ഇത്തരത്തിലുള്ള കോർട്ടിസോൾ കൂടുന്നതിൻ്റെ അനുസരിച്ച് തന്നെ മെലാനിൻ്റെ പ്രൊഡക്ഷനെ ഈ കോർട്ടിസോൾ ഇൻഫ്ലുവൻസ് ചെയ്യും, സ്വാധീനിക്കും. അപ്പോൾ ഈ സ്ട്രെസ്സ് വരുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ജരാനരകൾ ബാധിക്കാൻ, പ്രത്യേകിച്ച് നരക ബാധിക്കാനുള്ള സാധ്യത വർദ്ധിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങളുടെ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നം കൊണ്ടാണ് നരയ്ക്കുന്നതെങ്കിൽ നിങ്ങൾ അവിടെ മറ്റൊന്നും ആലോചിക്കേണ്ടതില്ല, സ്ട്രെസ്സിൻ്റെ മാനേജ്മെൻറ്റാണ് ചെയ്യേണ്ടത്. ചിലപ്പോൾ കൃത്യമായിട്ടുള്ള റെഗുലറായിട്ടുള്ളൊരു വ്യായാമം, അല്ലെങ്കിൽ ഒരു നടത്തം, യോഗ പോലെയുള്ള കാര്യങ്ങൾ, പ്രാണായാമം പോലെയുള്ള ശ്വസന ക്രിയകൾ, അല്ലെങ്കിൽ നീന്തൽ പോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ സംഗീതം കേൾക്കുക പോലെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമായി അല്പനേരം ചെലവഴിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങളെ ചെറുപ്പമാക്കും എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഈ ഘട്ടങ്ങളിലെല്ലാം നിങ്ങളുടെ ശരീരത്തിലുള്ള കോർട്ടിസോളിൻ്റെ അളവ് നിയന്ത്രിക്കാൻ വേണ്ടി കഴിയും. കോർട്ടിസോൾ പലപ്പോഴും നമ്മുടെ ജീവധർമ്മ പ്രവർത്തനത്തിന് ഉതകുന്ന പല ഹോർമോണുകളുടെയും പല പിഗ്മെൻസിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ കുറക്കും. ഇതുകൊണ്ട് തന്നെ സ്ട്രെസ്സ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളത്. മറ്റൊന്ന്, മുടിയുടെ നര നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുടിയെ മാത്രം ശ്രദ്ധിച്ചതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. മറിച്ച് നിങ്ങളുടെ ശരീരത്തെ പൊതുവായിട്ട് ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. പൊതുവായിട്ടുള്ള ജീവിതശൈലിയിൽ വരുത്തുന്ന വ്യത്യാസങ്ങൾ കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ മറികടക്കാൻ വേണ്ടി കഴിയുള്ളൂ. അല്ലാതെ നിങ്ങൾ തലമുടി മാത്രം ശ്രദ്ധിച്ച് തലയുടെ മുകളിൽ എന്തെങ്കിലുമൊക്കെ വാരി തെച്ചതുകൊണ്ട് മാത്രം നിങ്ങളുടെ ഈ പ്രശ്നം മാറില്ല. അപ്പോൾ ശരിയായ രീതിയിലുള്ള ഹൈഡ്രേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ വെള്ളം ശരീരത്തിനകത്തേക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ശരിയായ സമയത്ത് ഉറങ്ങുക, കൃത്യമായിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യുക, അതിൻ്റെ കൂടെ ശരിയായ അളവിലും തോതിലുമുള്ള പോഷണ വസ്തുക്കൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കെമിക്കൽസുമായിട്ടുള്ള എക്സ്പോഷർ കുറയ്ക്കുക. രാസവസ്തുക്കൾ നിങ്ങളുടെ ശരീരത്തിനകത്ത് കയറുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തെ സ്വാധീനിക്കുന്ന എല്ലാ ഘട്ടങ്ങളിലും നിങ്ങൾക്ക് മുടി നരക്കാനോ മുടി കൊഴിയാനോ ഉള്ള സാധ്യത വർദ്ധിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ വീടൊക്കെ വിട്ട് കുറച്ച് സിറ്റിയിലൊക്കെ പോയി താമസിച്ച് അവിടുത്തെ വെള്ളം കൊണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുളിക്കുന്ന സമയത്തൊക്കെ ധാരാളമായിട്ട് മുടി ഊരിപ്പോകുന്നതായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കുക. അത് ഒരു പക്ഷേ ഹാർഡ് വാട്ടർ കൊണ്ടാവാം, അല്ലെങ്കിൽ ആ വെള്ളത്തിനകത്തുള്ള പല കെമിക്കൽ കണ്ടൻസ് കൊണ്ടും ആകാം. ആവശ്യത്തിന് ശരീരത്തിലേക്ക് ലീഫി വെജിറ്റബിൾസ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, നല്ല ഇലക്കറികളും പച്ചക്കറികളും കൊടുക്കുക. നട്ട്സിൻ്റെ ഉപയോഗം വർദ്ധിപ്പിക്കുക. സീഡ്സ്, പല വിത്തുകളും നിങ്ങളുടെ ശരീരത്തിനകത്ത് കൃത്യമായ ഇടപെടലുകൾ നടത്താൻ കഴിയുന്നവയാണ്. അതുപോലെ തന്നെ ഓർഗൻ മീറ്റും തീർച്ചയായിട്ടും നരയെ സ്വാധീനിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. ഇത് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ സ്മോക്കിംഗ് പോലെയുള്ള കെമിക്കൽ എക്സ്പോഷർസ് കുറയ്ക്കുക. ഇനി ഞാൻ പറയുന്നത്, നാച്ചുറലായിട്ട് നിങ്ങൾക്ക് എങ്ങനെ വീട്ടിനകത്ത് ഈ ഗ്രേ കളർ മാറ്റാനുള്ള, മുടിയുടെ നിറം വർദ്ധിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ഭംഗി വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ്. അതിൽ ഏറ്റവും ആദ്യമായിട്ട് ചെയ്യാനുള്ളത്, നിങ്ങൾ ഒരു ബ്രൂ കോഫി അല്ലെങ്കിൽ ബ്രൂഡ് കോഫി അല്ലെങ്കിൽ ചായ, ഇത് ഒരു കപ്പ് എടുക്കുക. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ബ്രൂ കോഫി എടുക്കുക. ഇതിന് ശേഷം ഇതിനകത്തേക്ക് 2 ടീസ്പൂണ് ബ്ലാക്ക് സ്ട്രാപ്പ് മൊളാസസ് എന്നാണ് വിളിക്കുക. ബ്ലാക്ക് സ്ട്രാപ്പ് മൊളാസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കരിമ്പിൻ്റെ നീരിൽ നിന്നൊക്കെ ഇത് ചൂടാക്കി എടുക്കുന്ന ഒരു സാധനമാണ്. ഇതിൻ്റെ മൂന്നാം ഘട്ടത്തിൽ, മൂന്നാമതൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുന്ന ഈ കരിമ്പിൻ്റെ നീര് തിളപ്പിച്ചെടുക്കുന്ന സാധനത്തിനാണ് നമ്മൾ പൊതുവായിട്ട് ബ്ലാക്ക് സ്ട്രാപ്പ് മൊളാസസ് എന്ന് വിളിക്കുന്നത്. ഇത് കറുത്ത നിറമാണ്, അത്ര സുഖകരമായ മണമുള്ള സാധനമൊന്നുമല്ല ഇത്. പക്ഷേ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ബ്ലാക്ക് സ്ട്രാപ്പ് മൊളാസസ്, ദയവേത് ഇതിൻ്റെ മലയാളം ഒന്നും ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത്. മൊളാസസ് എന്ന് പറഞ്ഞാൽ കരിമ്പിൻ്റെ നീരിൽ നിന്ന് എടുക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ 2-3 തവണ തിളപ്പിച്ചതിന് ശേഷം കിട്ടുന്ന ഒരു സാധനമാണ് ബ്ലാക്ക് സ്ട്രാപ്പ് മൊളാസസ് എന്ന് പറയുന്നത്. ഇതിൽ ധാരാളമായിട്ട് മിനറൽ കണ്ടൻസ് ഉണ്ടായതുകൊണ്ടാണ് ഇതെടുക്കാൻ വേണ്ടി പറയുന്നത്. ഇത് എടുക്കുക. അപ്പോൾ 2 സ്പൂണ് ബ്ലാക്ക് സ്ട്രാപ്പ് മൊളാസസ്, 1 കപ്പ് കോഫി അല്ലെങ്കിൽ ടീ, ബ്രൂഡ് കോഫി ആണെങ്കിൽ ഏറ്റവും നല്ലത്. അതിനകത്തേക്ക് 1 സ്പൂണ് ആപ്പിൾ സിഡർ വിനെഗർ നിങ്ങൾ ചേർക്കുക. ഇത് ഒരു 20 മിനിറ്റ് നിങ്ങൾ നന്നായിട്ട് സ്റ്റിർ ചെയ്ത് അതിനെ സൂക്ഷിക്കുക. ഒരു 20 മിനിറ്റ് കൃത്യമായിട്ട് മിക്സ് ചെയ്താൽ മാത്രമേ ഇത് ശരിയായ രീതിയിൽ ഇത് മിക്സ് ആവുകയുള്ളൂ. ഈ മിക്സായ സാധനം നിങ്ങളുടെ തലയിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഇതൊരു അരമണിക്കൂറൊക്കെ നിങ്ങളുടെ തലയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ തലമുടിയുടെ ടെക്സ്ചർ വളരെ നന്നായിട്ട് വർദ്ധിക്കുന്നതായിട്ട് കാണും. എന്താണ് ഇതിൻ്റെ പുറകിലുള്ള കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കോഫിയിലും അല്ലെങ്കിൽ ചായക്കകത്തൊക്കെ ടാനിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ധാരാളമായിട്ടുണ്ട്.
ഈ ടാനിൻ്റെ പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് തലമുടിയെ കറുപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ കോഫി അല്ലെങ്കിൽ ടീ നമ്മൾ ഒരു കപ്പ് എടുക്കാൻ വേണ്ടി പറയുന്നത്. ഇനി ബ്ലാക്ക് സ്ട്രാപ്പ് മൊളാസസ് എന്ന് പറയുന്ന കാര്യത്തിന് എന്താണ് ഗുണം? അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ ധാരാളമായിട്ട് കോപ്പർ അടങ്ങിയിട്ടുണ്ട്. കോപ്പർ മാത്രമല്ല, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പല എസെൻഷ്യലായിട്ടുള്ള പല മിനറൽസും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കോപ്പറും ബാക്കിയുള്ള മിനറൽസൊക്കെ ചേർന്നിട്ടാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള മെലാനിൻ്റെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കും. അപ്പം മെലാനിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മെലാനിൻ കുറയുമ്പോഴാണ് നിറം പോവുക. അപ്പം മെലാനിൻ കിട്ടുന്നതനുസരിച്ച് തലമുടിയുടെ സ്വാഭാവികമായിട്ടുള്ള നിറം വരാനുള്ള സാധ്യത വർദ്ധിക്കും. ഇനി എന്തുകൊണ്ടാണ് ആപ്പിൾ സിഡർ വിനെഗർ ഒരു സ്പൂണ് ചേർക്കണമെന്ന് പറയുന്നത്? ആപ്പിൾ സിഡർ വിനെഗർ നമ്മുടെ മുടിക്കകത്തുള്ള ക്യൂട്ടിക്കിൾസ്, ചെറിയ പോർസ്, അതിനെ അടച്ച് മുടിക്ക് നല്ല മൃദുത്വം നൽകാൻ വേണ്ടി സഹായിക്കും. ഇങ്ങനെ ഒരു മൃദുത്വം കിട്ടിയാൽ തന്നെ മുടി പൊട്ടിപ്പോകാനുള്ള സാധ്യതകളും കുറയും. ഇനി വളരെ അധികമായിട്ട് നിങ്ങളുടെ മുടി നഷ്ടപ്പെടുകയോ പൊട്ടിപ്പോവുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ നാച്ചുറലായിട്ടുള്ള തേൻ ഒരു 1/2 സ്പൂൺ അതിനകത്ത് ചേർക്കുന്നത് കൊണ്ട് ആ പൊട്ടിപ്പോകാനുള്ള ടെൻഡൻസി കുറയും. ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ബ്ലാക്ക് സ്ട്രാപ്പ് മൊളാസസ് ആയാലും അല്ലെങ്കിൽ ടാനിൻ അടങ്ങിയ കോഫി ആയാലും ഒക്കെ നമ്മുടെ മുടിയുടെ അഴക് വർദ്ധിപ്പിക്കുന്നത്, അതിൻ്റെ എലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കുന്നത് കൊണ്ടാണ്. അതിൻ്റെ എലാസ്റ്റിസിറ്റി വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് പൊട്ടാനുള്ള സാധ്യത കുറയും. അതിന് ഹൈഡ്രേഷൻ കിട്ടുന്നതുകൊണ്ട്, അതിൻ്റെ ജലാംശം കൂടുതൽ കിട്ടുന്നതുകൊണ്ട് തന്നെ അത് സ്പ്ലിറ്റായി പോകാനുള്ള സാധ്യതകളൊക്കെ, മുടി പൊള്ളിഞ്ഞ് പോകാനുള്ള സാധ്യതകളൊക്കെ അത് കുറക്കും. അപ്പോൾ ഇതൊക്കെ കൊണ്ട് നമുക്ക് മുടി നരക്കാനുള്ള കാര്യത്തിനെ സ്ലോ ഡൗൺ ചെയ്യാൻ കഴിയും എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കാം, നമ്മുടെ നരക്കാനുള്ള ദൈർഘ്യം വർദ്ധിപ്പിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും പ്രായം ആവുന്ന സമയത്ത് എല്ലാ മനുഷ്യർക്കും മുടി വെളുത്തുകൊണ്ടേയിരിക്കും. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.